വ്യവസായങ്ങൾക്ക് എല്ലാ തട്ടിലും പ്രവർത്തനങ്ങൾ എളുപ്പമാക്കിയ സംസ്ഥാന സർക്കാർ തീരുമാനം സംരംഭകരിൽ പുതിയ പ്രതീക്ഷയും ഊർജവും പകരുകയാണ്. വീടുകളിൽ തന്നെ ചെറുകിട ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ഉപജീവനം കണ്ടെത്തുന്നവർക്ക് വരെ ഇനി സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. അവർക്കും വ്യവസായ സംരംഭക പദവി ഔദ്യോഗികമായി ലഭിക്കുന്നതായിരിക്കും. ലോൺ എടുക്കാനും GST രജിസ്ട്രേഷൻ നേടാനും മാർക്കറ്റിംഗിനും ബ്രാൻഡിങ്ങിനും എല്ലാം ഇനി ഇത് എളുപ്പമാക്കുന്ന കാര്യം തന്നെയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കാറ്റഗറി 1 വരുന്ന വെള്ള പച്ച വിഭാഗങ്ങൾക്ക് പഞ്ചായത്തിലെ രജിസ്ട്രേഷൻ തന്നെ മതിയാകും. ഇത് തന്നെയാവും അവരുടെ ഔദ്യോഗിക നിലനിൽപ്പിന്റെ രേഖയും. എന്നാൽ കാറ്റഗറി 2 ചുവപ്പ് ഓറഞ്ച് വിഭാഗങ്ങളിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുമതിയും തുടർന്ന് ആവശ്യമാണ്. ഇത് നേരത്തെ തന്നെ നിലവിലുള്ള നിബന്ധന പ്രകാരം തന്നെയാവും സാധ്യമാകുന്നത്. ഇവയാകട്ടെ വൻകിട സംരംഭങ്ങളുടെ കാര്യത്തിലാണ് ബാധകമാകുന്നത്. ചുവപ്പ് ഓറഞ്ച് വിഭാഗത്തിൽ വരുന്ന വൻകിട സംരംഭങ്ങളാണ്. ഒന്നാം പട്ടികയിൽ വരുന്ന ഇവ വലിയ ഉൽപാദനശാലകളുടെ വിഭാഗത്തിലാണ് വരുന്നത്. ഫാക്ടറികളും നിർമ്മാണശാലകളും ഇവയിലാവും. ഇവ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി തുടർന്നും നേടിയിരിക്കണം. ലൈസൻസും പതിവ് നടപടി ചട്ടങ്ങളും നിയമപരമായി ഉറപ്പാക്കുകയും വേണം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കാറ്റഗറി 2 പെടുന്നവയാണ് ഇതര സംരംഭങ്ങൾ. ഇവ കൂടിൽ വ്യവസായം പോലെയും വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സംരംഭങ്ങളായും പ്രവർത്തിക്കുന്നവയാണ്. ഔദ്യോഗിക സ്വഭാവത്തോടെയും അംഗീകാരത്തോടെയും ഇവർക്കും പ്രവർത്തിക്കാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. വ്യവസായം എന്ന പദവി തന്നെ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. സ്ഥാനത്തിനും ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് മാറ്റമില്ലെങ്കിൽ ഇത്തരം ചെറുകിട സ്ഥാപനങ്ങൾ കൈമാറാനും വിൽക്കാനും ഔദ്യോഗികമായി തന്നെ അംഗീകാരം ലഭിക്കുകയും ചെയ്യും. ഇത്തരം ചെറുകിട സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലഭിക്കാൻ സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാകും. ഓരോ സാമ്പത്തിക വർഷവും ലൈസൻസ് അവസാനിക്കും എന്ന പ്രതിസന്ധിയുമില്ല. ലൈസൻസ് ഫീസ് ഇനത്തിലും ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഫീസ് കണക്കാക്കുന്നതിൽ വീടുകളിലും മറ്റും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഭൂമിയുടെയും കെട്ടിടത്തിന്റെയും വില കൂട്ടി കണക്കാക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യും. വീടുകളുടെ 50% വരെ സംരംഭക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന ആകർഷണവും ലഭിക്കുന്നതാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നയത്തിന്റെ ഭാഗമായാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. ചട്ടങ്ങൾ വ്യവസായ വികസനത്തിന്റെ അടിത്തറ ബലപ്പെടുത്തുമെന്ന പ്രതീക്ഷയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പങ്കുവച്ചത്. ഇത് സ്വന്തമായി വ്യവസായ സംരംഭങ്ങൾ സ്വപ്നം കാണുന്നവർക്കും ആസൂത്രണം ചെയ്യുന്നവർക്കും വലിയ അവസരം തന്നെയാണ് തുറക്കുന്നത്.